കൂട്ടുകാരെ, ആരെങ്കിലും നിങ്ങളെ അപമാനിക്കാനോ മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തി കാണിക്കാനോ ശ്രമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല അല്ലേ? ഉടൻ തന്നെ നിങ്ങളുടെ മുഖം ചുവക്കും, രക്തം തിളച്ചു മറിയും, ഭയങ്കരമായ ദേഷ്യവും വരും. പിന്നെ വായിൽ തോന്നുന്നതെല്ലാം നിങ്ങൾ വിളിച്ചു പറഞ്ഞ് അവനെ ശകാരിച്ച് നാം ജയിക്കാൻ നോക്കും. യഥാർത്ഥത്തിൽ ആ നിമിഷം നിങ്ങൾ തോൽക്കുകയും അവൻ ജയിക്കുകയുമാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുക എന്ന ലക്ഷ്യം അപ്പോൾ തന്നെ അവൻ നേടിയെടുത്തു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഒരുവൻ നിങ്ങളെ പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുമ്പോൾ ഉടൻ തന്നെ മറുപടിയൊന്നും പറയരുത്. മൗനമായി കേൾക്കുക. മനസ്സിൽ 1, 2, 3 എന്ന് പതുക്കെ എണ്ണുക. എന്നിട്ട് സാവധാനം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി പുഞ്ചിരിച്ച് ഓക്കെ, ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുക. എന്നിട്ട് നമ്മുടെ ജോലികളിൽ ഏർപ്പെടുക. അപ്പോൾ നിങ്ങളെ അപമാനിച്ചവൻ ഭയപ്പെടാൻ തുടങ്ങും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവനൊരു കുലുക്കവുമില്ലല്ലോ, ഇവൻ എന്നേക്കാൾ വലിയവനാണല്ലോ എന്നൊരു ചിന്ത അവനെ തളർത്തിക്കളയും. അവൻ പതുക്കെ പതുക്കെ നിങ്ങളെ അപമാനിക്കുന്ന ശീലം പൂർണ്ണമായി നിർത്തലാക്കും. നിങ്ങൾ നിശബ്ദനാകുമ്പോഴാണ് ഏറ്റവും ശക്തനാകുന്നത്. എപ്പോഴും ബഹളം വെക്കുന്നവൻ ദുർബലനാണ്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ശാന്തരായി നിൽക്കുക. ദേഷ്യപ്പെടാതെ പുഞ്ചിരിച്ചുകൊണ്ട് പതുക്കെ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നമ്മുടെ ജോലികളിൽ ഏർപ്പെടുക. നമ്മെ തരം താഴ്ത്തി സംസാരിച്ചയാൾ സ്വയം നാണം കെട്ട് തല താഴ്ത്തുന്നത് കാണും. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമ്മുടെ മൗനം നമ്മുടെ വിജയം തന്നെയാണ്, ഒരിക്കലും ഒരു തോൽവിയോ ഒളിച്ചോട്ടമോ അല്ല കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.